പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ട് എഡിറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അറിയേണ്ട ഒന്നാണ് സെക്കൻഡ് അലോട്ട്മെന്റിലെ ഓരോ കോളേജിലും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ്. അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. പുതിയ ഓപ്ഷനുകൾ നൽകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ മാർക്ക് നോക്കിയിട്ട് ആ ഇൻഡെക്സിന് മേലെ നോക്കിയിട്ട് നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ആ കോളേജിൽ അപേക്ഷിക്കാൻ കഴിയും. അതിനോട് അടുത്ത ഇൻഡെക്സ് ഉണ്ടെങ്കിലും ആ കോളേജിൽ അപേക്ഷിച്ചാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അത് നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ഇതാണ്, ഇതിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക FIUGP, സെലക്ട് പ്രോഗ്രാം. ഒരു ഉദാഹരണത്തിന് നമുക്ക് BA എക്കണോമിക്സ് ഓണേഴ്സ് ഏതാ ജില്ല നോക്കുക, അല്ലെങ്കിൽ മൊത്തം വേണമെങ്കിൽ ഞാൻ പാലക്കാട് എടുത്തു, സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ലാസ്റ്റ് അലോട്ട്മെന്റിലാണ്, സെക്കൻഡ് അലോട്ട്മെന്റിലാണ് 1143 ഗവൺമെന്റ് കോളേജ് ചിറ്റൂര്, ഗവൺമെന്റ് കോളേജ് വിക്ടോറിയ 1189. അങ്ങനെ ഓരോ കോളേജിലെയും ഇത് കാണാം. ഇനി നമ്മൾ വേറൊരു കോഴ്സ് BA ഇംഗ്ലീഷ് എടുത്തു നോക്കാം. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, മലപ്പുറം ഡിസ്ട്രിക്ട് നോക്കാം. 1400 അംബേദ്കർ, അൻസാർ 1207, 1428, CH മുഹമ്മദ് കോയ ഗവൺമെന്റ് EMA കോളേജ് 1487, 1417. അങ്ങനെ ഓരോ കോളേജിലെയും ഇൻഡെക്സ് മാർക്ക് ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ നമ്മളെ ഇൻഡെക്സ് ഇതിലെങ്കാട്ടിലും കുറവോ ഇതിനോട് ഇങ്ങാട്ടി കൂടുതലോ അതിനോട് ഇങ്ങാട്ടി കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് അടുത്ത മാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കോളേജുകളിൽ അപേക്ഷ കൊടുക്കാനും സാധിക്കും. നമ്മളൊരു BCom എടുക്കാം, BSc BCom ഓണേഴ്സ്. ഇതിൽ കുറെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് BCom എടുത്ത് എക്സിം സ്പെഷ്യലൈസേഷൻ കോർപ്പറേഷൻ എടുത്ത് എല്ലാ കോളേജിലും എല്ലാ ജില്ലയിലും കോളേജ് എടുത്ത് അംബേദ്കർ, ഡോക്ടർ EMA കോളേജ് 1196, 101. അങ്ങനെ ഓരോ കോളേജിലെയും ഇൻഡെക്സ് മാർക്ക് കൊടുക്കുമ്പോൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.